ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മായയുടെ കാര്യമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നോക്കിയത്. ഇനി 58-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ മായയുടെ ഭാഗമായിട്ട് വരുന്ന മടി, ആലസ്യം, അതിനെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും ഭയങ്കരമായിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ മടി പിടിച്ച് ഇരിക്കുക, ആലസ്യം. മനസ്സിൻ്റെയൊക്കെ ഒരു മന്ദതയാണത്. ബുദ്ധിക്കും ആ മന്ദത ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ഈ കാര്യഗൗരവം ഇല്ലാത്തത് കൊണ്ട്, അറിവ് ഉണരാത്തത് കൊണ്ടും നമുക്ക് ഈ മന്ദത ഉണ്ടാകാം. നേരെ മറിച്ച് നമുക്ക് നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഉണർവ്, ഒരു ജാഗ്രത എന്ന് പറയുന്നത് എപ്രകാരമായിരിക്കണമെന്ന് ഒരിക്കൽ ജിതു കൃഷ്ണമൂർത്തി ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുറിയിൽ ഒരു മൂർഖൻ പാമ്പ് കയറി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും? ചിലർക്ക് അവർ ഭയപ്പെട്ട് ബോധം കെട്ടുപോകും. പക്ഷേ അങ്ങനെയല്ലാത്ത ആളുകൾ, ധൈര്യം ഉള്ളവർ തന്നെ, ഒരു മൂർഖൻ പാമ്പ് റൂമിലുണ്ട് എങ്കിൽ നമ്മൾ എത്ര ജാഗ്രതയോടുകൂടിയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. കാരണം ഇത് കടിക്കാതെ നോക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതേപോലെ നമ്മുടെ ബുദ്ധിയും മനസ്സും എല്ലാം എങ്ങനെയാണോ നമ്മൾ ഒറ്റ പോയിന്റിലേക്ക് കൊണ്ട് നിർത്തുന്നത്, അതേപോലെ അത്ര ശ്രദ്ധാലുവായിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്ന്, ഈ ആലസ്യത്തിൽ നിന്ന്, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് നമുക്ക് അക്കരെ കടക്കുവാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ്? നമ്മളുടെ മടി. അതാണ് ഈ പറഞ്ഞത്, മടി. അപ്പോൾ അതുകൊണ്ട് ഗുരു പറയുകയാണ്, നവം ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ല അറിഞ്ഞിടേണം. നവം പുതുതായിട്ട് വരുന്ന അനുഭവങ്ങൾ, അത് ഇന്നലെ, ഇന്ന്, നാളെ, അതുപോലെ മറ്റേ ദിവസം, ഇങ്ങനെയൊക്കെ കണക്കാക്കി ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ, ഇങ്ങനെയുള്ള ചിന്ത വരാതെ അവിരതം എണ്ണി, ഇതിനെ എന്താണ് നിരന്തരമായിട്ട് എണ്ണി അളന്നിടുന്നത്, അതിനെ നമ്മൾ എണ്ണി മാറ്റുകയാണ്. അളക്കുക എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്തതാണ്. പക്ഷേ എങ്കിൽ പോലും അതിനെ ഇങ്ങനെ നമ്മൾ എണ്ണി അളക്കുമ്പോൾ അത് ഉൾപ്പെടെ ഭ്രമമാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്മ അവിടെ വരുന്നില്ല, ഒരു ഭേദവുമില്ല അറിഞ്ഞിരണം. ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇതിനെ ഓരോ ദിവസവും നവമായിട്ട് നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മുൻപിലേക്ക് ഓരോന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിനെയൊക്കെ നമുക്ക് എണ്ണി മാറ്റുവാൻ, ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല എന്ന് ഗുരു പറയുന്നു. അതേപോലെ തന്നെ ദൈവദശകത്തിലും ഗുരു പറയുന്നു, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങണം. അപ്പോൾ ഇങ്ങനെ ഈ പൊരുളൊടുക്കുന്നത് ഉൾപ്പെടെ മായയാണ് എന്ന്, ഭ്രമമാണ് എന്ന് ഉള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. പക്ഷേ അത് മാറ്റിവെച്ചാലോ, ഇന്ന്, നാളെ, മറ്റേ ദിവസം, ഞാൻ നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ശരിക്കും പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ള തമോ ഗുണം നമ്മളിൽ അത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ പോകണമെന്ന് ഗുരു പറയാണ്. അത് ആ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുന്നത്, അന്ധകാരത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ്. ഏകദേശം ഒരു 10-30 വയസ്സ് വരെയാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുന്ന ഏറ്റവും സുവർണമായിട്ടുള്ള സമയം. അതായത് ഭൗതികമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിലും, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ
ഒരു തലത്തിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ഈ ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയം, അത് കഴിഞ്ഞാലോ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബുദ്ധിയും മനസ്സുമൊക്കെ അങ്ങ് സ്ഥിരമായി പോകും. നമ്മൾ പിന്നെ പഴയ കാലങ്ങളിലായിരിക്കും ജീവിക്കുന്നത്. നമുക്കൊന്നിനും ഒരു ഉദ്ദേശിച്ച രീതിയിൽ ഒരു എനർജി ഉണ്ടാകുന്നില്ല. വളരെ അപൂർവം ചില ആളുകളുണ്ടാകാം, പ്രായമായാലും അവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്നു. ഭൂരിഭാഗം അങ്ങനെയല്ല. അതുകൊണ്ട് ഗുരുക്കന്മാർ പറയുകയാണ്, ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, മനസ്സിനെ വരുതിയിൽ നിർത്തുവാൻ, ഇന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തുവാൻ ഒക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം, ആഗ്രഹം എങ്കിൽ അത് ചെറിയ പ്രായത്തിലെ തുടങ്ങണം. അതല്ല നമുക്ക് പണമാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണോ, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് കണക്കുകൂട്ടി അപ്പോൾ തന്നെ ചെയ്തു പോകണമെന്നാണ്. അതല്ലാതെ ഓരോ സമയത്തേക്ക് മാറ്റി മാറ്റി വെച്ച് പോകുന്നത് ഭ്രമമാണ്, അത് മടിയാണ്, ആലസ്യമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഗുരുക്കന്മാർ നമ്മെ ഉപദേശിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സമയം, അതായത് ബ്രാഹ്മ മുഹൂർത്തം, വെളുപ്പാങ്കാലത്ത് ഒക്കെ നമ്മൾ എഴുന്നേറ്റിരുന്ന് നന്നായിട്ട് ധ്യാനിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ നല്ല നല്ല സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം ആവശ്യമാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ നമ്മൾ മടി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം വളരെ മോശപ്പെട്ടു പോകുന്നു, അസുഖങ്ങൾ കൂടി വരുന്നു, നമ്മളൊരു മന്ദതയിലേക്ക് പോവുകയാണ്. രാത്രി പലപ്പോഴും വൈകി ഉറങ്ങുന്നു, വൈകി എഴുന്നേൽക്കുന്നു. അത് നമ്മുടെ ആലസ്യത്തിൻ്റെ ഏറ്റവും പറ്റിയ ഒരു ഉദാഹരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്താനായിട്ട് ശ്രമിക്കുക. ഏവർക്കും നമസ്കാരം.